ലൈവില് മുട്ടൻ അടുതടന്നിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, അനീഷ് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ബാത്റൂമിൽ പോയ ആരോ ഫ്ലഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ട ശേഷം അനീഷ് അത് ഫ്ലഷ് ചെയ്യാനും നിന്നിട്ടുണ്ടായിരുന്നില്ല. നേരെ പോയിട്ട് ക്യാപ്റ്റനായ ആര്യനോട് പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ആരും ഫ്ലഷ് ചെയ്യാതെ വന്നു എന്നുള്ളത്. അപ്പോൾ ആര്യനോട് പറയുന്നുണ്ട്, ആര്യം പറയുന്നുണ്ട് ഇതിപ്പോൾ ഫ്ലഷ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലല്ലോ, ഒന്ന് ഫ്ലഷ് ചെയ്താൽ പോരെന്ന് പറയുന്നുണ്ട്. പക്ഷെ അനീഷ് അത് മനസ്സിലാക്കിയത് ഇതെന്തോ അനീഷ് പോയിട്ട് അത് ഫ്ലഷ് ചെയ്യാതെ വന്ന പോലെയാണ് അനീഷ് അത് മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ മറന്നു പോയതായിരിക്കും ഫ്ലഷ് ചെയ്യാനൊക്കെ. പക്ഷെ അതൊരു ബേസിക് കാര്യമാണല്ലോ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് ചെറിയൊരു തർക്കം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ക്യാപ്റ്റൻസി ടാസ്കും അതുപോലെ തന്നെ ജയിൽ നോമിനേഷനും. ഇപ്പോൾ അതേ ലൈവില് ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അനീഷ് വന്ന് പറയുന്നുണ്ട്, ആദ്യം പറഞ്ഞ പേര് ആര്യൻ്റെതാണ്, സംഭവം വേറൊന്നുമല്ല. ഇന്നലെ ആര്യൻ കുറച്ച് കോയിൻസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ചോദിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞതുമാണ് ഞാൻ 4 കോയിൻസ് മാറ്റി വെച്ചെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് ഫസ്റ്റ് പറഞ്ഞ പേര് ആര്യൻ്റെയാണ്. ഞാൻ രാവിലെ നേരത്തെ എണീക്കുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയാണ് രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് പോകുന്നത്. പക്ഷെ ആര്യൻ അങ്ങനെയല്ല. ആര്യൻ നേരത്തെ എണീക്കുക അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ബഹളം ഉണ്ടാക്കിയിട്ട് മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന പോലെയാണ് ആര്യൻ എണീറ്റ് പോകുന്നത് പറയുന്നുണ്ട്. സെക്കൻഡ് പറഞ്ഞ പേര് അനുമോളുടെയാണ്. കിച്ചണിലെ പാലിന്റെ തൈരിന്റെ പ്രശ്നങ്ങളൊക്കെ അനുമോൾ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് ഷാനവാസ് ആയിരുന്നു. ഷാനവാസും പറഞ്ഞത് ആര്യന്റെയും അനുമോളുടെയും കാര്യം തന്നെയാണ്. ആര്യനെ കുറിച്ച് പറഞ്ഞത് ആ കോയിൻസിന്റെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനുമോളെ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. നെവിനും അനുമോളായിട്ട് ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫുഡിന്റെ കാര്യത്തിൽ അനുമോളെ പറയുന്നുണ്ട്. ഇത്രയും നന്നായി ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു വ്യക്തി കിച്ചണിൽ നിന്ന് മാറി നിന്നാലെ തുടർന്നൊക്കെയാണ് ഷാനവാസ് അനുമോളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മെമ്പേഴ്സിനെ ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനെടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.